വാക്കുകളിലൂടെ, അക്ഷരങ്ങളിലൂടെ രേഖപ്പെടുത്താൻ കഴിയാത്ത ദുഃഖഭാരത്തോടുകൂടിയാണ് ഇവിടെ എത്തിയത്. വ്യക്തിപരമായി ഏറെ ബന്ധമുള്ള നാട്ടുകാരൻ കൂടിയാണ്. എൻ്റെ പിതാവിൻ്റെ ചരമവാർഷികാചരണ പരിപാടി 3 വർഷങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്യാൻ എൻ്റെ ഗ്രാമത്തിലെത്തിയത് ശ്രീനിവാസൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇപ്പോഴും നാട്ടുകാർ പറയും, ഓർമ്മിക്കും. അങ്ങനെ വ്യക്തിപരമായിട്ട് കൂടി ഏറെ ബന്ധമുള്ള ഒരു മഹിതമായ വ്യക്തിത്വം. അഭിനയ പാടവത്തിന് ഒരു മുഖവരിയാണ്. ഭാവസാന്ദ്രമായ പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ ഓരോ ഹൃദയസ്പന്ദങ്ങളും തൻ്റെ കഥാപാത്രങ്ങളിലൂടെ സചേതനമാക്കി സ്വാഭാവികതയുടെ നൈസർഗിക ഭാവങ്ങളുടെയൊക്കെ തന്നെ സമൂർത്തമായ ഭാവഹവാദികൾ ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീനിവാസൻ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ അതിജീവനത്തിൻ്റെ കരുത്തുമായി ഇപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ടാണ് എന്നാണ് എൻ്റെ വിനീതമായ വിശ്വാസം. ഓരോ കഥാപാത്രങ്ങളും ഓരോ ചരിത്രരേഖയായി നിൽക്കുക. അഭിനയമല്ല, ജീവിതസ്പർശം, ഹൃദയസ്പർശം. അതാണ് അഭിനയ പാടവം കൊണ്ട് എല്ലാവരെയും സ്വാധീനിച്ചു. ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കരയിപ്പിക്കാനും പൊട്ടിച്ചിരിക്കാനും ഒക്കെ കഴിയുന്ന നിരവധി കഥാപാത്രങ്ങൾ നമ്മുടെ എല്ലാം തന്നെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു സുഹൃത്ത്, ഒരു സിനിമാ നടൻ, എല്ലാവരെയും സ്നേഹിക്കുന്ന ഹൃദയവിശാലതയുടെ ഒരു മാനുഷികമായ ഭാവം, അതാണ് നമുക്ക് നഷ്ടമായത്. ആ നഷ്ടം തീർച്ചയായും ഒരിക്കലും നികത്താൻ കഴിയാത്ത നിലയിലുള്ള അത്യഗാധമായ നഷ്ടമാണ് എന്ന് മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പരമ്പരയിലെ മക്കളൊക്കെ ഉണ്ട്. നിങ്ങൾ തീർച്ചയായും ആ വിടവ് നികത്താൻ ആവശ്യമായ യാത്ര അവർക്ക് മുന്നോട്ട് കഴിയട്ടെ എന്നുകൂടി ഞാൻ ജഗദീശ്വരൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ മഹാപ്രതിഭയുടെ പ്രോജ്വലിക്കുന്ന ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എൻ്റെ സ്വന്തം നാട്ടുകാർ, അങ്ങനെ എല്ലാ നിലയിലും ബന്ധമുള്ള സഹോദരൻ. ആ ദുഃഖത്തിന് ഒരു അതിർവരമ്പുകളില്ല, വാക്കുകളില്ല, അക്ഷരങ്ങളില്ല. അങ്ങനെയുള്ള ഒരു ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നിങ്ങൾ നമ്മളെല്ലാം നിൽക്കുന്നത്. ഞാൻ പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായിട്ടുള്ള പ്രാർത്ഥനയിൽ നിങ്ങളുടെ എല്ലാം തന്നെ കൂടെ ഈ എളിവനായ ഞാനും കൂടി പങ്കുചേരുകയാണ്.